റിന്യൂവലായി പല ആൾക്കാരോടും പറഞ്ഞ് എക്സ്റ്റെൻഡ് വിസ, അതായത് കുറച്ച് ആളും കൂടെ നിങ്ങളവിടെ നിൽക്കുക, വെയിറ്റ് ചെയ്യുക, ഇന്ത്യ അമേരിക്ക ബന്ധം അനുസരിച്ച് എങ്ങനെ പോകുന്നു, അതിനുശേഷം മാത്രം തീരുമാനമെടുത്ത് ഇന്ത്യയിൽ വന്ന് റിന്യൂ ചെയ്താൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലെ എൻ്റർപ്രനറും ഒരു ടെക്കി ബിസിനസ്സൊക്കെ നടത്തുന്ന മിഥുനോടാണ് ആദ്യത്തെ ചോദ്യം. ഇത് മിഥുൻ എക്സ്പെക്ട് ചെയ്തോ ഇല്ലയോ ഈ സംഭവം? എക്സ്പെക്ട് ചെയ്തോ ചോദിച്ചാൽ തീർച്ചയായും എക്സ്പെക്ട് ചെയ്തിരുന്നു സാറേ. കാരണം സമയാസമയങ്ങളിൽ കാലാനുസൃതമായിട്ട് ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ള അമേരിക്കൻ സർക്കാരിന്റെ നടപടിയാണ്. കാരണം ട്രംപ് എന്തും പറഞ്ഞുകൊണ്ടാണ് വന്നിരുന്നത്. കാരണം ഇമിഗ്രേഷൻ കുറയ്ക്കും, തദ്ദേശീയർക്ക് ജോലി കൂടുതൽ കൊടുക്കുമെന്നുള്ളതായിരുന്നു അവകാശവാദം. അതിലേക്കുള്ള ഒരു പടി തന്നെയാണ് ആദ്യത്തെ H-1B ക്യാപ്പ് എടുത്ത് കളയുന്നു, പിന്നെ ഫണ്ട് കൂട്ടുന്നു, $1,00,000 മാറ്റുന്നു, ഇപ്പോൾ സ്റ്റാൻഡിങ്ങിന്. അപ്പൊ ഒരു അതല്ല മിഥുൻ, അതൊക്കെ നമുക്കറിയാവുന്ന ടോപ്പിക്കാണ്. എൻ്റെ ചോദ്യം പ്രിസൈസ് ആണ്. ഇത് ട്രംപ് മോദി ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ മോദിക്കിട്ട് പണി കൊടുത്തതാണിത്, അല്ലാതെ വേറെ സംഭവമല്ല. കാരണം 70% H-1B വിസക്കാർ ഇന്ത്യക്കാരാണ്. ബാക്കി 20% ചൈനീസ്, ബാക്കിയുള്ള മറ്റുള്ള രാജ്യക്കാർ. ഇത് ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്ന ഇന്ത്യക്കാർക്കാണ്. സാറേ വ്യക്തമായി പറയുമ്പോൾ വെച്ചാൽ ഇത് മോഡി ട്രംപും ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത്? കാരണം 95% H-1B1 ഗൈസ് ഇന്ത്യക്കാരൊക്കെയാണ് കിട്ടുന്ന H-1B1. അപ്പൊ H-1B-ക്കെതിരെയുള്ള എന്ത് നടപടി വരും ഇന്ത്യക്കാർക്ക് എഗൻസ്റ്റ്? ഇവിടെ മോഡി ഇന്ത്യൻ ഗവൺമെന്റ് എങ്ങനെയാണ് പിക്ചറിൽ വരുന്നത്? കാരണം പൊതുവെ ഞാൻ പറയണം, ഓക്കെ, ഇതില് 70% അല്ലെങ്കിൽ 50% H-1B വിസ പോകുന്ന മറ്റ് രാജ്യക്കാർക്കാണെങ്കിൽ ഇതിൽ വേറെ പറയാൻ സാധിക്കും. ഇത് 100% വിസ പോകുന്ന ഇന്ത്യക്കാർക്ക് ഇത് ഡയറക്ട്ലി ഇന്ത്യക്കെതിരുള്ള അറ്റാക്കോ അല്ലെങ്കിൽ മോഡിക്കെതിരെ അറ്റാക്കായിട്ട് കാണാൻ അങ്ങനെയാണെങ്കിൽ എന്തിനൊക്കെ വിളിക്കുന്നേ? ഇന്ന് മോഡിയും ട്രംപും കൂടി സംസാരിച്ചു, ട്രേഡ് ഡീൽ സംസാരിക്കുന്നു അല്ലേ? അതൊന്നുമല്ല. ഇത് എക്സാമ്പിൾ എന്ന് പറയുന്നത് കാലാനുസൃതമായിട്ട് അമേരിക്കൻ സർക്കാരിന്റെ നടപടിയാണ് ഇമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത്. ഇതൊരു പറയാൻ ടോപ്പിക്കുണ്ട്. ഉറപ്പായിട്ടും അമേരിക്കൻ പോളിസിയാണ് അമേരിക്കൻ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം. എഗ്രി, ഓക്കെ. പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് പഠിക്കുക, അതേപോലെ ട്രേഡിങ്, ജോലി കിട്ടുക, അവരുടെ ഒരു അമേരിക്കൻ ഡ്രീം, അതിനുശേഷം അവർ തിരിച്ചു വരിക, അത് ഇന്ത്യയുടെ ലോങ് സ്റ്റാൻഡിങ് ഡിമാൻഡാണ്. എങ്ങനെയാണ് ചൈനയുടെ ഗ്രോത്ത് നോക്ക്, ചൈന ഇങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്. അത് പെട്ടെന്ന് അത് $1,00,000 ഇതേപോലെയുള്ള ഇൻസ്റ്റന്റ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഗ്രാജുവൽ പ്രോസസ്സിൽ നിന്നുപോയാൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ഏകദേശം ഇത്രയും അധികം കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ ഏകദേശം ഇപ്രാവശ്യം 85,000 വിസ റിവോക്ക് ചെയ്തേക്കുന്നത് കുട്ടികളുടെ.